ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അതിന്റെ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പറഞ്ഞു. അപ്പൊ ഒന്നും കൂടിയും പറയാം, ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിലുള്ള എല്ലാ ഓർഗാനിസത്തിനെയും, പ്ലാന്റ്സ്, എനിമൽസ്, അങ്ങനെയുള്ള എല്ലാ ഓർഗാനിസത്തിന്റെയും കൂടിയിട്ടുള്ളതാണ്, അവരുടെ ഹാബിറ്റേറ്റിനെയും കൂടിയിട്ടാണ് നമ്മൾ പറയാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി നമ്മൾ കൺസേർവ് ചെയ്യണം, അതിനെ നമ്മൾ സംരക്ഷിക്കണം. കാരണം ബയോഡൈവേഴ്സിറ്റി നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം കുറെ ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ ഇപ്പൊ പ്ലാന്റ്സ് വേണ്ടി, അനിമൽസ് വേണ്ടി എന്ന് പറഞ്ഞു. അതിൽ പ്ലാന്റ്സ് തന്നെ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ അസെന്റിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, പിന്നെ ഇക്കോളജിക്കൽ ആയിട്ട് ഈ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇക്കോളജിക്കൽ ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് എൻവയോൺമെന്റൽ സ്ട്രെസ് ഒക്കെ ഉണ്ട്. ഇപ്പോ ഡ്രോഫ്റ്റ്, സൈക്ലോണ്, ഫ്ലഡ്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ ബയോഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ഹാബിറ്റൈറ്റ് ഒക്കെ നമ്മൾ ലോസ് ചെയ്യാന്ന് വെക്കുക. ഇപ്പൊ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക, അങ്ങനെ അവരുടെ ഹാബിറ്റൈറ്റ് ഇപ്പൊ ഒരു പ്ലേസ് ഫ്രാഗ്മെന്റ്സ് ആക്കുക, സ്മോൾ പ്ലേസസ് ആക്കുക. അതുപോലെ തന്നെ കോളനൈസേഷൻ, അർബനൈസേഷൻ, ഡെവലപ്മെന്റ് ഒക്കെ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ എഴുതുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം. ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 100 വർഷത്തിനിടയിൽ പാതിയെക്കാട്ടും കൂടുതൽ സ്പീഷീസ് ഇവിടുന്ന് എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോവും. ഈ ലോകത്ത് മിക്കവാറും ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ സംരക്ഷിക്കണം, അതാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് കൺസേർവ് ചെയ്യാം, ബയോഡൈവേഴ്സിറ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺസേർവ് ചെയ്യാം, അതാണ് പറയേണ്ടത്. 2 മെത്തേഡ് ആണ് ഈ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയൂ, ആദ്യത്തെ ഏതാണ്, രണ്ടാമത്തെ ഏതാണ്? നോക്കട്ടെ. ഓക്കെ, അറിയോ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇത് കാരണം നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ഈ എർത്ത് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഈ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി അത്യാവശ്യമാണ്. അപ്പൊ ഇത് എക്സാമിനൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്, പിന്നെ എസിറ്റു കൺസർവേഷൻ ഉണ്ട്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാബിറ്റൈറ്റ് ഉണ്ട്. ഇപ്പൊ ഓരോ മൃഗങ്ങൾക്കും പ്ലാന്റ്സിനൊക്കെ അവരുടേതായ ഒരു ഹാബിറ്റൈറ്റ് ഉണ്ടാവും. ആ ഹാബിറ്റൈറ്റിൽ തന്നെ വെച്ചിട്ട് അവരെ പുറത്തോട്ട് കൊണ്ടുവരാതെ ആ ഹാബിറ്റൈറ്റിൽ തന്നെ വെച്ചിട്ട് അവരെ സംരക്ഷിക്കുക, കൺസേർവ് ചെയ്യുക. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ പറയുന്നത്. വിത്തിൻ ദ ഹാബിറ്റൈറ്റ്, ദിസ് അച്ചീവ്ഡ് ബൈ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിനും എനിമൽസിനും അവരുടെ നേച്ചറിൽ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് ബയോസ്ഫിയർ റിസർവേഴ്സ്, പിന്നെ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സെഞ്ചുറീസ്, ഫോറസ്റ്റ് ഒക്കെ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എസിറ്റു കൺസർവേഷൻ ആണ്. എസിറ്റു കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഹാബിറ്റൈറ്റ് ആണ്. ഓക്കെ, ഔട്ട്സൈഡ് ഹാബിറ്റൈറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുവന്നിട്ട്, ഇപ്പൊ സൂ ഒക്കെ പറയുകയാണെങ്കിൽ അവരുടെ ഹാബിറ്റൈറ്റ് നമ്മള് ഒരു കൂട്ടിലിട്ട് വളർത്തുകയാണ്. അതാണ് പറയുന്നത് ഔട്ട്സൈഡ് ഹാബിറ്റൈറ്റ് ആണ്. അപ്പൊ സൂ, പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, അവരുടെ ഹാബിറ്റൈറ്റ് നല്ലല്ലോ പുറത്തുനിന്നാണ് വരുന്നത്. പിന്നെ സീഡ് ബാങ്ക്, ഇതൊക്കെയാണ് എസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോണത് ഇൻസിറ്റു കൺസർവേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഇൻസിറ്റു കൺസർവേഷൻ ഇപ്പോ പ്രസന്റ് ആയിട്ട് 7 മേജർ ബയോ റിസർവേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ 80 നാഷണൽ പാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ 420 വൈൽഡ് ലൈഫ് സെഞ്ചുറീസും 120 ബൊട്ടാണിക്കൽ ഗാർഡൻസും ഉണ്ട്. ഇപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. 7 മേജർ ബയോ റിസർവേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ബയോ റിസർവേഴ്സ്
എന്താണ് നോക്കാം. ബയോ റിസർവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് കൺസേർവ് സം റീപ്രസെന്റേറ്റീവ് ഇക്കോസിസ്റ്റം. അതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഒരു നേച്ചറിന്റെ ഉള്ളിൽ തന്നെ അവരുടെ ഹാബിറ്റൈറ്റിൽ തന്നെ വെച്ചിട്ട് അവരെ കൺസേർവ് ചെയ്യുക. അതാണ് പറയുന്നത് സം റീപ്രസെന്റേറ്റീവ് ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിന്റെ റീപ്രസെന്റേറ്റീവ് ആണ്. ലോങ് ടേം ഇൻസിറ്റു കൺസർവേഷൻ ആണ്. അവര് കുറെ വർഷങ്ങൾ എടുത്തത് കൺസേർവ് ചെയ്യാനതാണ്. ഓക്കെ, അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 7 മേജർ ബയോ റിസർവേഴ്സിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. നന്ദ ദേവി ഉത്തർപ്രദേശിലുള്ളതാണ്. പിന്നെ നോക്രേക്ക് മേഘാലയയിലുള്ളതാണ്. പിന്നെ മനാസ് ആസാമിലുള്ളതാണ്. പിന്നെ സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിലുള്ളതാണ്. പിന്നെ ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടുള്ളതാണ്. നീലഗിരി കർണാടക കേരള തമിഴ്നാടുള്ളതാണ്. ഓക്കെ, പിന്നെ ഗ്രേറ്റ് നിക്കോബാർസ് ഒറീസയിലുള്ളതാണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 ബയോസ് റിസർവ്സ് എന്ന് പറയുന്നത്. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കും. ഇപ്പൊ ഇങ്ങനെ ചോദിക്കും, ഇമ്പോർട്ടന്റ് മേജർ ആയിട്ടുള്ള ബയോ റിസർവേഴ്സ് ഇന്ത്യയിൽ ഏതാന്ന് ചോദിക്കും. അപ്പൊ ഈ 7 എണ്ണം എഴുതുക. അതുപോലെ തന്നെ 2 ഈ നീലഗിരി ബയോസ്മിയറിൽ തന്നെ 2 നാഷണൽ പാർക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബന്ദിപ്പൂറും നാഗർഹോളും നാഷണൽ പാർക്ക്. അപ്പൊ ആ 2 നാഷണൽ പാർക്കിന്റെ പേരും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഓക്കെ നോക്കുക. പിന്നെ ഇപ്പൊ ബയോ റിസർവ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി നാഷണൽ പാർക്ക് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ബയോ റിസർവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 2 പ്രൈം ഒബ്ജക്റ്റീവ്സ് അവർക്കുണ്ട്. കൺസർവേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ്, എല്ലാ ഫോമിലുള്ള ലൈഫിനും അവർ കൺസേർവ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊമോഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊടുക്കുക. അതാണ് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ബയോ റിസർവ് എന്ന് പറയുന്നത് അവർക്ക് 3 സോൺസ് ആണ് ഉള്ളത്. ബയോ റിസർവ് എന്ന് പറയുന്നത് 3 സോൺസ് ആണ്. കോർ സോണ്, ബഫർ സോണ്, പിന്നെ ട്രാൻസിഷൻ സോണ്. കോർ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ഉള്ളിലുള്ളതാണ്. ഒരു കാട് അങ്ങനെ വിചാരിക്കുക. അപ്പൊ ഏറ്റവും ഉള്ളിലുള്ളതാണ് കോർ സോൺ എന്ന് പറയുന്നത്, സെന്ററിൽ കാണുന്നത്. അപ്പം അവിടെ ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് എന്താണ്, കുറവാണ്. അവിടെ ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. അവിടെ എന്താണ്, ഈ എനിമൽസിന്റെ ആക്ടിവിറ്റീസ് ആണ് കൂടുതലായിട്ട് കാണാം. അങ്ങനെ നമുക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ ബഫർ സോൺ എന്ന് പറയുമ്പോൾ അവിടെ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് വരിക, പെർമിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബഫർ സോൺ എന്ന് പറയുന്നത്. പിന്നെ അതിലെ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പെൻ യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ എവിടെ, അല്ലെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. ഇത് മതിയില്ലേ, റെഡ്? അത് മതി. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടാ. പിന്നെ വരുന്ന സോണാണ് 3ാമത്തെ സോണ്, ട്രാൻസിഷൻ സോണ്. അവിടെ നമുക്ക് ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അവിടേക്ക് നമുക്ക് ഇപ്പൊ നമ്മള് ടൂറൊക്കെ പോകുമ്പോ, നമ്മൾ കാട്ടിക്കൊക്കെ പോകുമ്പോ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോണേ. ട്രാൻസിഷൻ സോണിക്കാണ് നമ്മൾ പോണേ. കോർ സോണിക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബഫർ സോണിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കൊക്കെയാണ് കടക്കാൻ പറ്റുക. ഇതാണ് ബയോ റിസർവിന്റെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് നാഷണൽ പാർക്സ് ആണ്. നാഷണൽ പാർക്സിൽ എന്താണ്, കൺസേർവ് വൈൽഡ് ലൈഫ് അലോങ് വിത്ത് എൻവയോൺമെന്റ്. നമ്മൾ ബയോ റിസർവ് പറഞ്ഞ പോലെ തന്നെ അവരുടെ എൻവയോൺമെന്റിൽ വെച്ചിട്ട് കൺസേർവ് ചെയ്യാനാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ഇറ്റ് ഓൾസോ മീൻ എൻജോയ്മെന്റ് ത്രൂ ടൂറിസം ബട്ട് വിത്തൗട്ട് ഇമ്പയറിംഗ് ദ എൻവയോൺമെന്റ് അവിടുത്തെ ഹാബിറ്റായിട്ട് നശിപ്പിക്കാതെ. നമ്മള് ടൂറൊക്കെ പോകുമ്പോ നമ്മള് കുപ്പികളൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ വലിച്ചെറിയും. അത് എന്താണ്, ഫോറസ്റ്റിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ എൻവയോൺമെന്റ് നശിക്കാണ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോ. അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാതെ നമുക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ grazing of within a national park. Each national park aims to conserve specific particular species along with the others. Okay, ഇനി നമ്മൾ നെക്സ്റ്റ് പേജ് നോക്കാം.
ഓക്കെ, ഇത് ഞാൻ അവിടെ ടേബിളിലാക്കിയിട്ട് 7 മേജർ ബയോസ്ഫിയേഴ്സ് ഏതാ നോക്കുക. നീലഗിരി, നീലഗിരി, പിന്നെ അത് വരുന്നത് കേരള, കർണാടക, തമിഴ്നാട് ആ ഒരു ഭാഗത്താണ്. ഓക്കെ, പിന്നെ നന്ദാദേവി ഉത്തരാഖണ്ഡിൽ വരുന്നത്, പിന്നെ നോക്രക് മേഘാലയ, ഗ്രേറ്റ് നിക്കോബാർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഐസ്ലാൻഡ്സ്, പിന്നെ മാന്നാർ, ഇന്ത്യൻ പാർട്ട്, പിന്നെ മനാസ്. ഓക്കെ, മനാസ് അത് ആസാമിൽ കാണുന്നതാണ്. പിന്നെ സുന്ദർബൻസ് അത് വെസ്റ്റ് ബംഗാളിൽ കാണുന്നതാണ്. ഓക്കെ, ഓക്കെ, ഈ ഒരു 7 പേര് പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഇന്ത്യയിൽ കാണുന്ന നാഷണൽ പാർക്സിന്റെ കുറച്ച് പേരുകളാണ്. മറ്റേത് ബയോസ്ഫിയർ ആയിരുന്നു, ബയോ റിസർവ് ആയിരുന്നു നേരത്തെ പറഞ്ഞത്. ഇത് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ കാണുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്സിന്റെ പേരാണ് പറയുന്നത്. കാസിരംഗ, പിന്നെ ഗിർ നാഷണൽ പാർക്ക്. കാസിരംഗ കാണുന്നത് ആസാമിലാണ്. അവിടെ വരുന്ന വൈൽഡ് ലൈഫ് 1 ഹോൺഡ് റൈനോ. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിൽ കാണാം. ഇന്ത്യൻ ലയൺ ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ബന്ദിപ്പൂര് കർണാടക, അവിടെ എലിഫന്റ്. പിന്നെ ഡജ്ജിഗം JK ജമ്മു കാശ്മീരിലാണ് കാണുന്നത്. പിന്നെ എന്താ പെരിയാർ കേരള, എലിഫന്റ് ടൈഗർ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ കോർബറ്റ് ഉത്തർപ്രദേശിൽ കാണുന്ന ടൈഗർ ആണ്. പിന്നെ ഡുവ ഉത്തർപ്രദേശിലെ ടൈഗർ. പിന്നെ റാൻതാംബോർ രാജസ്ഥാൻ ടൈഗർ. പിന്നെ സരിസ്ക രാജസ്ഥാൻ ടൈഗർ. ഇത് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാബിറ്റൈറ്റിൽ തന്നെ വെച്ചിട്ട് അവരെ കൺസേർവ് ചെയ്യുക. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ. അതിൽ 3 ടൈപ്പ് ആണ് വരുന്നത്. ബയോ റിസർവേഴ്സ് എക്സാമ്പിൾ ആണ് വരുന്നത്. ബയോ റിസർവേഴ്സ് നമ്മൾ പഠിച്ചു. അതിൽ മെയിൻ ആയിട്ടുള്ള 7 മേജർ ആയിട്ടുള്ള ബയോ റിസർവേഴ്സ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നാഷണൽ പാർക്ക്, അത് നമ്മളിപ്പോ ഇന്ത്യയിലുള്ളത് പറഞ്ഞു. ഇനി കേരളത്തിലുള്ള നാഷണൽ പാർക്സ് പറയും. പിന്നെ വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ആണ് ഇനി പറയുന്നത്. വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ all protected area where killing, hunting, shooting and capturing wildlife prohibited under the control of highest authority. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിമൽസിനെ കില്ല് ചെയ്യാനോ ഹണ്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെ വൈൽഡ് ലൈഫ് സംരക്ഷിച്ച് വരുന്ന ഒരു ഇതാണ് വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലുള്ള വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ കില്ല് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഹയസ്റ്റ് അതോറിറ്റീസ് പ്രൈവറ്റ് ഓണർഷിപ്പ് റൈറ്റ്സ് പെർമിസിബിൾ ആൻഡ് ഫോറസ്ട്രി ഓപ്പറേഷൻ ഓൾസോ പെർമിറ്റഡ്. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാം, ഫോറസ്ട്രി ഓപ്പറേഷൻസ് ഒക്കെ നടത്തി അവിടെ ഡെവലപ്മെന്റ് ആക്കാം. വൈൽഡ് ലൈഫിനെ അഡ്വേഴ്സ്ലി വൈൽഡ് ലൈഫിലുള്ള ജീവികളെ എഫക്ട് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഫോറസ്ട്രി ഓപ്പറേഷൻസ് ഒക്കെ നടത്താം ഇവിടെ വൈൽഡ് ലൈഫ് സെഞ്ചുറീസിൽ. പക്ഷെ നാഷണൽ പാർക്സിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോറസ്ട്രി ഓപ്പറേഷൻസ് ചെയ്യാം, പെർമിറ്റ് ഉണ്ടെങ്കിൽ. പക്ഷെ നാഷണൽ പാർക്കിലും ബയോ റിസർവ്സിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് സംരക്ഷിച്ചു വരുന്നത്. അപ്പൊ ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ഇന്ത്യയിലുള്ള ഇമ്പോർട്ടന്റ് 1-2 പേര് പഠിച്ചു വെക്കാൻ ഏതൊക്കെയാന്ന് ചോദിക്കും. അപ്പൊ ഗാന ബേർഡ് സെഞ്ചുറീസ്, പിന്നെ ഹസാരിബാഗ് സെഞ്ചുറീസ് ബീഹാറിലുള്ളതാണ്. അവിടെ വരുന്ന വൈൽഡ് ലൈഫ് ഏതൊക്കെയാന്ന് നോക്കുക, ടൈഗർ, ലെപ്പേർഡ്. പിന്നെ സുൽത്താൻപൂർ
ഫോർ ബേർഡ് സെഞ്ചുറീസ് ഹരിയാനയിൽ വരുന്നതാണ്. മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെ 2-3 പഠിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നാഷണൽ പാർക്ക്, കേരളത്തിൽ വരുന്ന നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സെഞ്ചുറീസും ഒന്ന് നോക്കാം. അപ്പൊ കേരളത്തിൽ വരുന്ന വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ആണ് ഇപ്പൊ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ തെറ്റേക്കാട് എന്ന് പറഞ്ഞ വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ഉണ്ട്. പിന്നെ ചിന്നമണി, പിന്നെ ചിന്നാറ്, ഇടുക്കി, മലബാർ, നെയ്യാറ്, അങ്ങനെ. ഹലോ, ചിമ്മിണിയാണ്, ചിമ്മിണി. ചിമ്മിണി, ചിന്നാറ്, ചിമ്മിണി, അങ്ങനെ. ചിമ്മിണി, ചിന്നാറ്, ഇടുക്കി. ഓക്കെ, അപ്പൊ ഇതില് കുറച്ച് പേരുകൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എളുപ്പമുള്ള പേരുകളൊക്കെ പഠിക്കുക. പിന്നെ നമ്മൾ ഇപ്പം തെറ്റേക്കാട് ബേർഡ് സെഞ്ചുറി അവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യണത് എവിടെയാണ്? ഇടുക്കിയിലാണ് വരുന്നത്. അവിടെ എന്താണ്, ബേർഡ്സിനെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പോ ബേർഡ് ലൈഫ് ഇൻക്ലൂഡ് ഫോറസ്റ്റ് ബേർഡ്സ് കാണും അവിടെ. തെറ്റേക്കാടിൽ ഫോറസ്റ്റ് ബേർഡ്സിനെ കാണും, പിന്നെ വാട്ടർ ബേർഡ്സിനെ കാണും, വിസിറ്റിംഗ് ബേർഡ്സിനെ കാണും. അവിടെ മെയിൻ ആയിട്ട് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണുള്ളത്. 200 സ്പീഷീസ് ഓഫ് വെറൈറ്റി സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് നെയിംസ് നോക്കാം. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺ ബില്ല്, മലമുഴക്കി വേഴാമ്പൽ എന്നൊക്കെ പറയണ ആ ഒരു ബേർഡ്. പിന്നെ ഗോൾഡൻ ഓറിയോള്, മഞ്ഞക്കിളി. പിന്നെ ജംഗിൾ ഫോൾ, കാട്ടുകോഴി. പിന്നെ വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെന്ന്. പിന്നെ ഗോൾഡൻ ബാക്കഡ് വുഡ്ബക്ക്. പിന്നെ ഗ്രേ ഹൊറോൺ. പിന്നെ ഇന്ത്യൻ ഹിൽ മൈന. പിന്നെ സ്മോൾ സൺബേർഡ്. അങ്ങനെ കുറച്ച് ബേർഡ്സിന്റെ പേരുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സെഞ്ചുറീസ്. പറമ്പിക്കുളം, അപ്പൊ അവിടെ അത് ഉള്ളത് എവിടെയാണ്? പാലക്കാടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ മെയിൻ ആയിട്ട് നമ്മുടെ തെറ്റേക്കാടിൽ പറഞ്ഞത് ബേർഡ്സിന്റെ മെയിൻ ആയിട്ട് കാണുന്ന സ്ഥലമാണ്, ബേർഡ് സ്പീഷീസ്. ഇവിടെ പറമ്പിക്കുളത്തിൽ വരുന്നത് പ്യൂണന്റെയും ഫ്ലോറയുടെയും പ്ലാന്റ്സിന്റെയും എനിമൽസിന്റെയും ഒരു ഇതാണ് കാണുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്മാലസ് പറയുന്നത്, പറമ്പിക്കുളത്തിൽ കാണുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്മാലസ് എന്ന് പറയുന്നത് ലൈൻ ടെയിൽഡ് മെക്കൗ, പിന്നെ ബോണറ്റ് മെക്കൗ, നീലഗിരി ലങ്കൂർ, കോമൺ ലങ്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരികുരങ്ങ് ആണ് വരുന്നത്. പിന്നെ ഡിയർ, സാമ്പാർ ഡിയർ, കൊമ്പുള്ള ഡിയർ, പിന്നെ എലിഫന്റ്, ഇതൊക്കെ അവിടെ കാണുന്ന. പിന്നെ നീലഗിരി ടാറ്, സ്പോട്ടഡ് ഡിയർ, പിന്നെ ഫ്ലൈയിങ് ലിസാർഡ്, കോബ്ര, കിങ് കോബ്ര, ക്രൈറ്റ്, ഇന്ത്യൻ പൈത്തൺ, അങ്ങനെ കുറെ റെപ്റ്റൈൽസ് ഉണ്ട്. പിന്നെ മലബാർ പിറ്റ് വൈപ്പ്, ഇതൊക്കെ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സെഞ്ചുറീസിൽ കാണുന്ന മെമ്മാലസ് ആണ്. ഇനി നമ്മൾ കുറച്ച് നാഷണൽ പാർക്സ് നോക്കുകയാണ്. ഇരവിക്കുളം നാഷണൽ പാർക്സ് ഉണ്ട്, പിന്നെ മാന്തിക്കെട്ടൻ ഷോള, പിന്നെ പമ്പാടും ഷോള, പിന്നെ പെരിയാറ്, സൈലന്റ് വാലി, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇരവിക്കുളം നാഷണൽ പാർക്കില് എവിടെ സ്ഥിതി ചെയ്യണേ? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യണത്. അത് എന്താണ്, അവിടെ മെയിൻ ആയിട്ട് കാണുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി ടാറാണ്. വരയാട് എന്ന് പറയും. നീലഗിരി ടാറാണ് ഇരവിക്കുളം നാഷണൽ പാർക്സിലെ മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ദ വേൾഡ് ഫേമസ് ഹോം ഓഫ് നീലഗിരി ടാറ്, വരയാടിന്റെ മെയിൻ ആയിട്ടുള്ള ഹോം ഈ ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. ഓക്കെ, അപ്പൊ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ മെയിൻ ആയിട്ട് കാണുന്ന ആളാരാണ്? നീലഗിരി ടാറാണ്. ഓക്കെ, ആരാണ്? വരയാട് എന്ന് പറയുന്ന നീലഗിരി ടാറാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിലെ മെയിൻ ആയിട്ട് കാണുന്ന മെമ്മാലസ് എന്ന് പറയുന്നത്. ഇനി സൈലന്റ് വാലി കുറച്ച് ഇതിന്റെ 1-2 പ്രത്യേകത പഠിച്ചാൽ മതി. സൈലന്റ് വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് വെസ്റ്റേൺ കോർണർ ഓഫ് ദ നീലഗിരി വാലി ഓഫ് വെസ്റ്റേൺ ഗഡ്സ്, താലൂക്ക് ഓഫ് പാലക്കാട് ഡിസ്ട്രിക്ട്, പാലക്കാടിലാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ
ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി പെരിയാർ നാഷണൽ പാർക്കില് എന്താ അവിടെയും റിച്ച് ആയിട്ടുള്ള ഫ്യൂണ മെമാലസിന്റെ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ പെരിയാർ വരുന്നത്. അവിടെ എന്തൊക്കെയാണ് 35 സ്പീഷീസ് ഓഫ് മെമാലസ് ആണുള്ളത്. 265 സ്പീഷീസ് ഓഫ് ബേർഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെമാലസ് ഓഫ് ഇന്ത്യൻ എലിഫന്റ്, ബംഗാൾ ടൈഗർ, സാമ്പാർ, വൈൽഡ് പിങ്ക്, ഗെയിം സ്ക്വരൽ, ജംഗിൾ കാറ്റ്, നീലഗിരി ടാറ്, ഇതൊക്കെ അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഇൻസിറ്റു കൺസർവേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കണേ. അപ്പൊ അഡ്വാൻറ്റേജസില് എന്താണ്, വൈൽഡ് ലൈഫ് സ്പീഷീസ് ആർ പ്രിസർവ്ഡ് വിത്തിൻ ദയർ നാച്ചുറൽ ഹാബിറ്റൈറ്റ്, ഈസിലി അഡ്ജസ്റ്റ് അഡാപ്റ്റ് ടു ദയർ സറൗണ്ടിങ്. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ്, അവർക്ക് അവരുടെ ഹാബിറ്റൈറ്റ് തന്നെ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് അവരുടെ ഹാബിറ്റൈറ്റിലാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് ലിവ് ചെയ്യാൻ പറ്റുക. വേറെ ഹാബിറ്റൈറ്റ് പോകുമ്പോൾ അവർക്ക് എന്താണ്ടാവുക, അവരുടെ ആ എൻവയോൺമെന്റൽ ചേഞ്ച് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലവർക്കൊന്നും അതിൽ ജീവിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഈ ഇൻസിറ്റു കൺസർവേഷൻ നമ്മൾ പറഞ്ഞു വിത്തിൻ ദയർ നാച്ചുറൽ ഹാബിറ്റൈറ്റിലാണ് അവരെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ആ സറൗണ്ടിൽ അവർക്ക് ഈസി ആൻഡ് അഡ്ജസ്റ്റ് ആയിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് കൺസേർവ് ദയർ എൻറ്റീരിയർ ഇക്കോസിസ്റ്റം, നോട്ട് ജസ്റ്റ് വൺ പെർട്ടിക്കുലർ സ്പീഷീസ്. ആന്റീരിയർ ആയിട്ടുള്ള ഇക്കോസിസ്റ്റം ഒരു സ്പീഷീസിന് മാത്രമല്ല, നോട്ട് ജസ്റ്റ് വൺ പെർട്ടിക്കുലർ സ്പീഷീസ്, ആന്റീരിയർ ഇക്കോസിസ്റ്റത്തിനാണ് അവർ കൺസേർവ് ചെയ്യണത്. അല്ലാതെ ഒരു സ്പീഷീസിന് മാത്രമല്ല അവര് എന്ത് ചെയ്യണത്, കൺസേർവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ബയോഡൈവേഴ്സിറ്റി അവർക്ക് നിലനിർത്തി പോകാൻ പറ്റും. പിന്നെ ഇറ്റ് മോർ ഇക്കോണമിക്കൽ ആൻഡ് കൺവീനിയന്റ് മെത്തേഡ് ആണ്. കാരണം എന്താണ്, വലിയ കാര്യത്തിലുള്ള മോർ എക്കണോമിക്കൽ ആൻഡ് കൺവീനിയന്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയേണ്ടത്. കാരണം അവരെ ആ ഹാബിറ്റൈറ്റിൽ തന്നെ ഇട്ടിട്ട് വളർത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ യൂസ്ഫുൾ ഇൻ കൺസേർവിങ് ലാർജ് പോപ്പുലേഷൻ ഓഫ് സ്പീഷീസ് ആൻഡ് ചാൻസ് ഓഫ് റിക്കവറി ആർ ഹൈ. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് the condition threatened survival organism will be present. അപ്പൊ ഡിസഡ്വാൻറ്റേജ് കണ്ടീഷൻസ് ദാറ്റ് ത്രെറ്റൻഡ് സർവൈവൽ ഓർഗാനിസം വിൽ ബി പ്രസന്റ്. അപ്പൊ എന്താണ്, അവർക്ക് ത്രെറ്റൻ ചെയ്യാൻ സർവൈവൽ ഓർഗാനിസംസ് വിൽ ബി പ്രസന്റ്, കണ്ടീഷൻ ദാറ്റ് ത്രെറ്റൻഡ്. ഓക്കെ, ഇനി എന്താണ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി അധികം ഉണ്ടാവില്ല അവിടെ. ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇപ്പം എന്താണ്, ജീൻസിന്റെ വെറൈറ്റീസ് അങ്ങനെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതില് എന്താണ് അടുത്ത് നോക്കേണ്ടതാണ് എസിറ്റു കൺസർവേഷൻ എന്താണെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻസിറ്റു കൺസർവേഷൻ അവരുടെ നേച്ചുറൽ ഹാബിറ്റൈറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് കൺസേർവ് ചെയ്യുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. എസിറ്റു കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൺസേർവ് ചെയ്യണേനെയാണ് നമ്മൾ എസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എസിറ്റു കൺസർവേഷനിലെ this type of conservation mainly done for conserve crop varieties. Crop varieties ആണ് മെയിൻ ആയിട്ട് ഇവിടെ കൺസേർവ് ചെയ്യണത്, നമ്മൾ സംരക്ഷിക്കുന്നത് ക്രോപ്പ് വെറൈറ്റീസിനെയാണ്. വൈൽഡ് റിലേറ്റീവ്സ് ഓഫ് ക്രോപ്പ്, ഓൾ ദ local varieties of main object conserve total genetic variability of the crop species. എന്തിനാണ് വേണ്ടിയിട്ടാണ്, ജനറ്റിക് വേരിയബിലിറ്റി. ഇപ്പൊ നമുക്ക് എന്താണ് വേണ്ട, ഇപ്പൊ നമുക്ക് കിട്ടേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് കുറെ പ്രൊഡക്ട്സ് ഉണ്ടാവും, ആ പ്രൊഡക്ട്സ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ക്രോപ്സ് നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു എസിറ്റു കൺസർവേഷൻ വെച്ചിട്ട്. അപ്പൊ അതിലെ എസിറ്റു കൺസർവേഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്,
അതുപോലെ തന്നെ ജേം പ്ലാസം ബാങ്ക് ഒക്കെയാണ് വരുന്നത്. അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്, ആദ്യം സീഡ് ബാങ്ക് നോക്കാം. സീഡ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്സിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുക. എന്തിനാണ്? അപ്പൊ സീഡ് ബാങ്ക് സ്റ്റോർ വിത്ത് സീഡ്സ് ആർ പ്രിസർവ്ഡ് ഫോർ കൺസേർവിങ് എൻഡേഞ്ച്ഡ് പ്ലാന്റ് സ്പീഷീസ്. എൻഡേഞ്ച്ഡ് പ്ലാന്റ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് എക്സിറ്റ് ആയിട്ടില്ല, ഇവിടുന്ന് പോയിട്ടില്ല. എക്സിറ്റ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിട്ടുള്ള ഒരു സ്പീഷീസിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു എന്ന് പറയാം. ഇപ്പൊ എൻഡേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാറായിണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എൻഡേഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ കൺസേർവ് ചെയ്യാണ്. എങ്ങനെ? അതിന്റെ സീഡ്സ് പ്രിസർവ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ സീഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ ഇത് നാശമായി പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നാശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സീഡ്സ് ഒക്കെ ഡ്രൈ ചെയ്തിട്ടാണ്, വാട്ടർ കണ്ടന്റ് നല്ല കുറച്ചിട്ട്, ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വാട്ടറിന്റെ കണ്ടന്റ് കുറച്ചിട്ടാണ് സീഡ്സ് പ്രിസർവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്താണ്, -20 സെൽഷ്യസ് ആണ് ടെമ്പറേച്ചറും കൊടുക്കുള്ളൂ. അപ്പൊ എന്താണ്, ഈ സീഡ്സ് അങ്ങനെ പെട്ടെന്ന് നശിക്കില്ല. പിന്നെ ഇതിന്റെ വയാബിൾ ഡേറ്റ് ഇപ്പൊ 20 വർഷം വരെ, 20 ഇയേഴ്സ് വരെ, അപ് ടു 20 ഇയേഴ്സ് വരെ ഇത് പ്രിസർവ് ചെയ്തിരിക്കും. അങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് സീഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോർ ദാൻ 50 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീഡ് ബാങ്ക്സ് ആണ് ഇപ്പൊ കറന്റ്ലി ആയിട്ട് ഉള്ളത്. പിന്നെ സം ഫങ്ഷനിങ് അസോസിയേറ്റഡ് വിത്ത് ബൊട്ടാനിക്കൽ ഗാർഡൻസ്. ബൊട്ടാനിക്കൽ ഗാർഡൻസിന്റെ ഫങ്ഷൻസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ സീഡ് ബാങ്കിന്റെ പ്രവർത്തനം ഉള്ളത്. ഇനി ലാർജ് സീഡ് ബാങ്ക്, വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് സീഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഫിലിപ്പീൻസിൽ ഉള്ളതാണ് ഏറ്റവും വലിയ സീഡ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ അറൌണ്ട് 90,000 സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ്. അവിടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സീഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഫിലിപ്പീൻസ് ഉള്ളത്. അവിടെ 90,000 സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് റൈസ് പ്ലാന്റ്സ് 90,000 ഡിഫറെന്റ് ആയിട്ടുള്ള റൈസ് പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു സീഡ് ബാങ്ക് ആണ് പറയുന്നത് ഇന്റർനാഷണൽ മൈസ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ, മെക്സിക്കോയിലുള്ള ഒരു സീഡ് ബാങ്ക് ആണ്. അവിടെ 12,000 സാമ്പിൾസ് ഓഫ് മൈസ് ആൻഡ് 100,000 സാമ്പിൾസ് ഓഫ് വീറ്റ് ആണ് ഉള്ളത്. ഈ രണ്ട് സീഡ് ബാങ്കിന്റെ പേര് പഠിച്ചാൽ മതി. ഒരു സീഡ് ബാങ്ക്, ലാർജസ്റ്റ് സീഡ് ബാങ്ക് എന്ന് പറയുന്നത് വേൾഡില് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഫിലിപ്പീൻസിൽ ഉള്ളത്. ഇനി ജീൻ ബാങ്ക്. ജീൻ ബാങ്ക് എന്താന്ന് നോക്കാം. ജീൻ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് DNA. ജീൻ എന്ന് പറഞ്ഞാൽ ജീനിനെ കളക്ഷൻ ചെയ്യാം. അപ്പൊ ഈ സാമ്പിൾ സൊമാറ്റിക് മെറ്റീരിയൽസ് ഓഫ് ഓർഗാനിസത്തിന്റെ സൊമാറ്റിക് മെറ്റീരിയൽസ് നിന്നാണ് DNA സാമ്പിള് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇത് എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് നമ്മൾ എടുക്കും. കാരണം അത് എക്സ്റ്റിങ്ഷൻ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ കൺസേർവ് ചെയ്യാണ് ചെയ്യണത് ഇങ്ങനെ. അപ്പൊ ഈ മെത്തേഡിലും നമ്മൾ ഈ DNA ജീനിനെ നമ്മൾ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വാട്ടർ കണ്ടന്റ് കുറച്ചിട്ടും ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്നത് കുറച്ച് ജീൻ ബാങ്കിന്റെ മേജർ ജീൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആണ് പറയുന്നത്. ഓക്കെ, നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് NBPGR അതൊക്കെയാണ് വരുന്നത്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പൊ അതൊക്കെ നോക്കുക, ബാക്കിയുള്ളതൊന്നും വേണ്ട, അതിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നാഷണൽ ബ്യൂറോ എനിമൽ ജനറ്റിക് റിസോഴ്സ് NBAGR, പിന്നെ നാഷണൽ ഫെസിലിറ്റി ഫോർ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. ഈ 3 പേരും പഠിച്ചു വെക്കുക, പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് മെയിൻ ആയിട്ടുള്ള എസിഡ് കൺസർവേഷനിലെ സീഡ് ബാങ്ക് ഉണ്ട്, ജീൻ ബാങ്ക് ഉണ്ട്. ഓക്കെ,
ഇനി എസ് ടു കൺസർവേഷനിൽ തന്നെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഔട്ട്സൈഡ് നാച്ചുറൽ ഹാബിറ്റൈറ്റിലാണ് നമ്മൾ ഈ അനിമൽസിനൊക്കെ കൺസേർവ് ചെയ്യണത്, ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് സുവോളജിക്കൽ പാർക്ക്. നമുക്കറിയാം എന്താണ്, അനിമൽസിനൊക്കെ ഒരു കൂട്ടിലിട്ട് വളർത്തുകയാണ്, കാരണം ഔട്ട്സൈഡ് ദയർ നാച്ചുറൽ ഹാബിറ്റൈറ്റ് ആണ്. അപ്പൊ ഏറ്റവും നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എ സുവോളജിക്കൽ പാർക്ക് ഈസ് എ ഫെസിലിറ്റി വേർ ദ അനിമൽസ് കെപ്റ്റ് വിത്തിൻ എൻക്ലോസ് ഫോർ പബ്ലിക് ഡിസ്പ്ലേ. നമുക്കൊക്കെ പോയിട്ട് കാണാൻ പറ്റും, പബ്ലിക് ഡിസ്പ്ലേ ആണ്, നമുക്ക് എപ്പോൾ പോയിട്ട് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ സുവോളജിക്കൽ പാർക്ക് ഇൻക്രീസ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ദ അണ്ടർസ്റ്റാൻഡിങ് വൈൽഡ് ലൈഫ് ആൻഡ് ദ സെന്റർ ഓഫ് റീക്രിയേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. നമുക്ക് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും വൈൽഡ് ലൈഫ് എങ്ങനെയാണ്, ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ്, അതിന്റെ എഡ്യൂക്കേഷൻസ്, ഓരോ അനിമൽസിന്റെയും ഹാബിറ്റൈറ്റും അവരുടെ ഒരു ബിഹേവിയർ ഒക്കെ നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ട്. സുവോളജിക്കൽ പാർക്ക് അനിമൽസിന് വേണ്ടിയിട്ടാണ്, ബൊട്ടാനിക്കൽ ഗാർഡൻ പ്ലാന്റ്സിന് കൺസേർവ് ചെയ്യാനാണ്. അതും എന്താണ്, ബൊട്ടാനിക്കൽ ഗാർഡൻ ഈസ് ഗാർഡൻ സ്പെസിഫൈ മീൻ ടു കളക്ഷൻ, കൾട്ടിവേഷൻ, പ്രിസർവേഷൻ, ഡിസ്പ്ലേ ഓഫ് വൈൽഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ കൾട്ടിവേഷനും കളക്ഷനും പ്രിസർവേഷനും ഒക്കെയാണ്. അവരുടെ സീഡ്സ് ഒക്കെ അവിടെ പ്രിസർവ് ചെയ്തിട്ട് എന്താണ് കൾട്ടിവേറ്റ് ചെയ്യും, അത് നമുക്ക് കാണിച്ചു തരും ചെയ്യും. ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്കറിയാം, ബൊട്ടാനിക്കൽ ഗാർഡനിൽ ചെന്നാൽ ആ പ്ലാന്റ്സിന്റെ സയന്റിഫിക് നെയിംസും അതിന്റെ യൂസസ് ഒക്കെ ആ പ്ലാന്റിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്ലാന്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിവ് തരും. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു ജീൻ ബാങ്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീൻ ബാങ്ക് ഈസ് ബയോ റീപോസിറ്ററി ദാറ്റ് പ്രിസർവ്സ് ജനറ്റിക് മെറ്റീരിയൽ, DNA പോലെയുള്ള ജനറ്റിക് മെറ്റീരിയൽ പ്രിസർവ് ചെയ്ത് വെക്കുക. കളക്ഷൻ ഓഫ് സീഡ്സ്, പ്ലാന്റ്സ്, ടിഷ്യൂ, കൾച്ചർ, ഇതൊക്കെ നമ്മൾ കളക്ഷൻ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് എൻഡേജ്ഡ് ആയിട്ടുള്ള സ്പീഷീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്, കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രയോ പ്രിസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം പ്രിസർവ്, കീപ്പിംഗ് ലൈവ് സെൽസ്, ടിഷ്യൂസിനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ് ലോങ് ടേം. ഓക്കെ, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഫോർ സ്റ്റോർ ദാറ്റ് പ്രിസർവേഷൻ സബ് സീറോ, അതിന് ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് അത് എന്താണ് പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണ് നശിച്ചു പോവാണ് ചെയ്യുക, കേടായി പോകും. അങ്ങനെ കേടാവാതിരിക്കാൻ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് അവരത് പ്രിസർവ് ചെയ്യുക. ഇനി അഡ്വാൻറ്റേജസ്, എസ് ടു കൺസർവേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട് എൻഡേഞ്ചർഡ് സ്പീഷീസ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ പോണത്, ഇപ്പൊ ഇല്ലാതാവാൻ പോണ സ്പീഷീസ് തന്നെയാണ് നമ്മൾ എൻഡേജ്ഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇല്ലാതായിട്ടില്ല, ഇല്ലാതാവാൻ പോവാണ്. അങ്ങനെയുള്ള സ്പീഷീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സീഡ്സ് അല്ലെങ്കിൽ അവരേനൊക്കെ കൺസേർവ് ചെയ്ത് വെക്കാണ്, പ്രിസർവ് ചെയ്തിട്ട് കൺസേർവ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, പിന്നെ സെലക്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് ഇംപ്ലിക്കേറ്റഡ്. ഇപ്പൊ നമുക്ക് ഇംപ്ലിമെന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പൊ ഓരോ പ്ലാന്റിന്റെയും നമുക്ക് ഓരോ എന്താ നല്ല ഭാഗങ്ങളും പൊട്ട ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ ഓരോ പ്ലാന്റിന്റെ നല്ല നല്ല ഗുണങ്ങള്, പ്രൊഡക്ടിവിറ്റി എടുത്തിട്ട് നമുക്ക് ഒരു പ്ലാന്റ് ആയിട്ട് പല പ്ലാന്റിന്റെ നല്ല കുറെ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു പ്ലാന്റ് നല്ല ചെറുതാവുമ്പോ തന്നെ കുറെ കായ്ക്കും, അങ്ങനെയൊക്കെ വരില്ലേ. അങ്ങനെ മൾട്ടിപ്പിൾ യൂസസ് നമുക്ക് ഒരു പ്ലാന്റിൽ തന്നെ എന്താണ് സെലക്ട് ചെയ്തിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് എസ്2 കൺസർവേഷനിൽ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫോക്കസ്ഡ് അപ്രോച്ച് ആസ് എ ഹെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽ അനിമൽസ്. മറ്റേത് നമ്മള് ഇൻസിറ്റു കൺസർവേഷനിൽ എന്താണ്, അവിടെ മൾട്ടിപ്പിൾ അനിമൽസ്, ഒരു അനിമലിനെ അല്ലെങ്കിൽ ഒരു സ്പീഷീസിനെ മാത്രമായിട്ട് അവിടെ കൺസേർവ് ചെയ്യണില്ല, സംരക്ഷിക്കണില്ല. പക്ഷെ എസ്2 കൺസർവേഷനിൽ പറയുന്നത് ഇൻഡിവിജ്വൽസ് അനിമൽസിന്റെ ഹെൽത്ത് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണ്,
ജനറ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് പ്രിസർവ്ഡ്. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസിന്റെ വെറൈറ്റീസ് അതുണ്ടെങ്കിലാണ് ഇവല്യൂഷൻ ഒക്കെ നടക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നമ്മളിവിടെ പ്രയത്നിക്കുന്നുണ്ട്. പിന്നെ റിസർച്ചിന് വേണ്ടിയിട്ട് ഇത് വാല്യുബിൾ ആണ്. അതുപോലെ തന്നെ പബ്ലിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഈ S2 കൺസർവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം, അത് സംരക്ഷിച്ച് അത് കുറെ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ബാക്ക് ടു ദ നേച്ചുറൽ ഹാബിറ്റായിട്ട് അങ്ങനെ അവരെ പ്രിസർവ് ചെയ്തിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ കുറെ ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് അവരുടെ നേച്ചുറൽ ഹാബിറ്റായിട്ടേക്ക് പറഞ്ഞു വിടാൻ പറ്റും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷന്റെ. ഇനി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ദ ഇൻഡിവിജ്വൽ ഈസ് ലിവിങ് ഔട്ട്സൈഡ് ദയർ നേച്ചുറൽ ഹാബിറ്റായിട്ട്. അപ്പൊ ഈ നേച്ചുറൽ ഹാബിറ്റായിട്ടിന് ഔട്ട്സൈഡ് ആണ് അവരെ കൺസേർവ് ചെയ്യണത്. അപ്പൊ അവരുടെ നേച്ചുറൽ ഹാബിറ്റായിട്ടാണ് അവർ കുറേം കൂടെ അഡാപ്റ്റ് ആയിട്ട് അവർക്ക് ലീവ് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അവർക്ക് അവരുടെ എൻവയോൺമെന്റിനെ, ന്യൂ എൻവയോൺമെന്റിനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് പറയുന്നത് എനിമൽസ് മേ നോട്ട് അഡ്ജസ്റ്റ് ടു ന്യൂ എൻവയോൺമെന്റ്. പിന്നെ captive animal population have limited genetic diversity, expense to maintain. എക്സ്പെൻസീവ് കൂടുതലാണ്. കാരണം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലും അത് നശിച്ചു പോകും. അപ്പൊ അങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ട് വേണ്ടിവരും. ഇനി നമ്മൾ പറയുന്നത് എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്താണെന്നാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ an endangered species is type of organism threatened by extinction. എക്സ്റ്റിങ്ഷന് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എക്സ്റ്റിങ്ഷൻ ആയിട്ടില്ല, ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ ആവും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത് എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡേഞ്ചർഡ് ആവാള 2 റീസൺസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ഹാബിറ്റായിട്ട്, പിന്നെ ലോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻസ്. അപ്പൊ ലോസ് ഓഫ് ഹാബിറ്റായിട്ട് എന്ന് പറയുന്നത് അതിന്റെ കാരണം നമുക്ക് ഹ്യൂമൻസും കൂടിയാണ്. കാരണം ഇപ്പൊ എന്താണ് ഫ്രാഗ്മെന്റേഷൻ. ഇപ്പൊ ഒരു ഹാബിറ്റായിട്ട് ഒരു കാട് എന്തെങ്കിലും എടുക്കുക, അതിങ്ങനെ സ്മോൾ സ്പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇപ്പൊ റെയിൽവേ ട്രാക്ക് കൊണ്ടുവരികയാന്ന് വെക്കുക. അപ്പൊ ഈ മൈഗ്രേറ്ററി അനിമൽസ് ഒക്കെ ഉണ്ട്, എലിഫന്റ് പോലെ മൈഗ്രേറ്ററി അനിമൽസ് ഒക്കെ അത് പാസ് ചെയ്യുമ്പോൾ അവര് ആ ട്രെയിൻ തട്ടിട്ട് ഡെഡ് ആവും. അങ്ങനെ നമുക്ക് കുറെ ഹാബിറ്റായിട്ട് അല്ല ബയോഡൈവേഴ്സിറ്റി അനിമൽസ് എന്താണ് ഡെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്യും. അങ്ങനെ എന്താണ് കുറെ സ്പീഷീസ് എൻഡേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലോസ് ഓഫ് ഹാബിറ്റായിട്ട് കാരണം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഫോറസ്റ്റ് ഒക്കെ വെട്ടി നശിപ്പിച്ച് ഇപ്പൊ കോളനൈസേഷന് വേണ്ടിയിട്ടും അർബനൈസേഷന് വേണ്ടിയിട്ടും നമ്മുടെ ക്രോപ്പിന്റെ കോസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവര് അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഹാബിറ്റായിട്ട് ഈ ഫോറസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് അവരുടെ ഹാബിറ്റായിട്ട് ലോസ് ആവുമ്പോ എന്താണ് ആ സ്പീഷീസ് എൻഡേജ്ഡ് ആവാൻ പോവാണ്. അങ്ങനെ എൻഡേജ്ഡ് ആയ കുറച്ചും കൂടി കഴിഞ്ഞ് എന്താവും, അവര് എക്സ്റ്റിങ്ഷൻ സംഭവിക്കും, ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതായി പോകും. അങ്ങനെ എൻഡേജ്ഡ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ എക്സ്റ്റിങ്ഷൻ ആവാൻ പോണ കുറച്ച് എനിമൽസിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നോക്കുക, 1-2 എനിമൽസിന്റെ പേര് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഹിമാലയൻ ടാറ്, പിന്നെ മൗസ് ഡിയർ, ലയൺ ടെയിൽഡ് മാക്കൗ, അങ്ങനെ കുറച്ചുണ്ട്. സ്ലോത്ത് ഡിയർ, ഇതൊക്കെ ജസ്റ്റ് 1-2 പേര് പഠിച്ചു വെക്കുക. എൻഡേജ്ഡ് ആകാൻ പോണ സ്പീഷീസ് ആണ് ഇപ്പൊ പറയുന്നത്. ഇനി എൻഡേജ്ഡ് മെമാലസ് ആണ് ഡോളി, ആസിയാറ്റിക് വൈൽഡ് ഡോഗ്, ഇന്ത്യൻ വൈൽഡ് ഡോഗ്, ഇതൊക്കെ എൻഡേജ്ഡ് മെമാലസ് ആണ്. ഇനി എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ പോണതാണ് പറയുന്നത്. പിന്നെ ലയൺ ടെയിൽഡ് മെക്കൗ, നീലഗിരി ലാംഗൂർ, ഇതൊക്കെ വരുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഡാറ്റ ബുക്ക് refers to a document maintained by a state and for a nation that established a record or document rare endangered species of plants and animals exist within the boundary. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഡാറ്റ ബുക്കിലെ ഒരു ഡോക്യുമെന്റ് ആണ്, അതൊരു ബുക്കാണ്. അതില് ഈ നേഷന്റെ, ഈ വേൾഡിലുള്ള, സ്റ്റേറ്റിലുള്ള, നേഷനിലുള്ള, ഈ വേൾഡ് മൊത്തത്തിലുള്ള എല്ലാ സ്പീഷീസിന്റെ കണക്കുകൾ കൊടുത്തേക്കണത്, അവരുടെ പേരും. ഇനിയിപ്പോ
കുറെ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ പേരുകള്, അവരുടെ ലിസ്റ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. The Red Data Book helps to provide details information for studies and research regarding endangered species. Endangered species നെ കുറിച്ചിട്ടുള്ള സ്റ്റഡി അവരുടെ ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കാരണം ഇപ്പോൾ എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ കൺസേർവ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, എക്സ്റ്റിങ്ഷൻ സംഭവിക്കില്ല, അത് ഈ ലോകത്ത് ഇല്ലാതായി പോവില്ല. അപ്പൊ ഈ റെഡ് ഡാറ്റ ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സ്പീഷീസ് ഒന്നും ഇല്ലാതായി പോയാൽ ഹ്യൂമൻസിന് തന്നെ ലോസ്റ്റ് ആണ്. കാരണം ഈ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ റെഡ് ഡാറ്റ ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്. ഇത് കൊണ്ടുവന്നേക്കുന്നത് ആരാണ്? ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് IUCN ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് റെഡ് ഡാറ്റ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ റെഡ് ഡാറ്റ ബുക്കിലെ സ്പീഷീസ് ആർ സ്പെസിഫൈഡ് ഇൻടു വൺ ഓഫ് 9 റെഡ് ലിസ്റ്റ് കാറ്റഗറീസ്. ഇത് ഒരു 9 കാറ്റഗറി ആയിട്ട് ഈ റെഡ് ഡാറ്റ ബുക്ക് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ സ്പീഷീസിന്റെ പേരും നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ്, സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ്, ഇനി എക്സിസ്റ്റ് ആവാൻ പോണത് ഓക്കെ, എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ്. പിന്നെ എൻഡേഞ്ചർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ്, പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ഉള്ള ചാൻസ് ഉള്ളതാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ്. പിന്നെ എൻഡേഞ്ചർഡ്, വൾണറബിൾ, നിയർ ത്രെറ്റൻഡ്, ലീസ്റ്റ് കൺസേൺ, ഡാറ്റ ഡെഫിഷ്യന്റ്, നോട്ട് ഇവാലുവേറ്റഡ്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ്. എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the species was members has become long extinct. ലോങ് ആയിട്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ, ഇപ്പൊ ഇവര് ഇവിടെ ജീവിക്കണില്ല, ഇപ്പൊ നോ ലിവിങ് റീപ്രസെന്റേറ്റീവ്, ഇപ്പൊ ഇവിടെ ലിവ് ചെയ്യണില്ല, കുറെ വർഷങ്ങൾക്ക് മുന്നേ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ സ്പീഷീസിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് റീപ്രസെന്റേറ്റീവ് ആർ ഓൾ ടുഗദർ ആബ്സെന്റ്. ഈ അടുത്ത് എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്, മറ്റേത് എന്ന് പറയുന്നത് കുറെ മുന്നേ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണ്. എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് എക്സ്റ്റിങ്ക്റ്റ് ചെയ്തതാണ്, ഇപ്പൊ ജീവിച്ചിരിക്കണില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇപ്പൊ അവര് എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ് എന്ന് പറയുമ്പോ അവര് പ്രസന്റ് ഇൻ captivity in zoos, domestication, cultivation, ഇതിലൊക്കെ എന്താണ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ് ഉണ്ട്. ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെമ്പേഴ്സ് ആർ ഹൈയസ്റ്റ് റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. ക്രിട്ടിക്കലി എൻഡേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു 5 years ഒക്കെ കഴിയുമ്പോൾ മിക്കവാറും അതിലുള്ള പകുതിയോളം സ്പീഷീസ് എന്താണ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത് ഒരു 5 years കഴിയുമ്പോഴേക്കും. അതാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ എൻഡേഞ്ചർഡ് സ്പീഷീസ് ഉണ്ട്, അത് ഒരു 20 വർഷം കഴിയുമ്പോഴാണ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കുള്ളത്. ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് 5 years ആകുമ്പോഴേക്കും എന്താണ് പകുതിയോളം സ്പീഷീസ് ഇല്ലാതാവും. പക്ഷെ എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ 20 yearsലാണ് അതിന്റെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുള്ളൂ. പിന്നെ വൾണറബിൾ സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതുവരെ എൻഡേഞ്ചർഡ് സ്പീഷീസിലേക്ക് കടന്നിട്ടില്ല, പക്ഷെ കുറച്ചും കൂടി ഒരു 10 years കഴിഞ്ഞാൽ അവര് എൻഡേഞ്ചർഡ് സ്പീഷീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിയർ ത്രെറ്റൻഡ് സ്പീഷീസ് ഉണ്ട്. മെമ്പേഴ്സ് ആർ ലൈക്ക് ടു ബിക്കം എൻഡേഞ്ചർഡ് ഇൻ നിയർ ഫ്യൂ ഇയേഴ്സ്. വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു 10 വർഷം കഴിഞ്ഞാൽ അവര് എൻഡേഞ്ചർഡ് സ്പീഷീസ് ആവും. പിന്നെ പറയുന്നത് നിയർ ത്രെറ്റൻഡ് സ്പീഷീസ് ഉണ്ട്. അവരെന്താണ്, അവര് ഫ്യൂച്ചറിലെ അവരെന്താണ് എൻഡേഞ്ചർഡ് ആയിരിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. എൻഡേഞ്ചർഡ് ആയി കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താവും, എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ എൻഡേഞ്ചർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയർ ത്രെറ്റൻഡ് സ്പീഷീസ് അങ്ങനെയുള്ള സ്പീഷീസിനൊക്കെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും. കുറെ പ്രൊട്ടക്ഷൻസ്, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻസ് കൊടുത്തിട്ട് അവരെ ഈ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും.
അതുപോലെ തന്നെ ലീസ്റ്റ് കൺസേൺ സ്പീഷീസ് ഉണ്ട്, അവരും കുറച്ച് കഴിഞ്ഞാൽ എന്താണ് എൻഡേഞ്ച്ഡ് ആവും. അങ്ങനെ വരുന്ന ഒരു കാറ്റഗറിയാണ്. പിന്നെ നോട്ട് ഇവാലുവേറ്റഡ് സ്പീഷീസ് ഉണ്ട്. അത് അവര് പറയുന്നത് ദ റിസ്ക് ഓഫ് എൻഡേജ്മെന്റ് ഹാസ് നോട്ട് ബീൻ ഇവാലുവേറ്റഡ്. അവരുടെ അത് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ റെഡ് ഡാറ്റ ബുക്കിന്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം. യൂസ് ടു എസ്റ്റിമേറ്റ് ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ഓഫ് എനി ഗിവൺ സ്പീഷീസ് ഓഫ് എനിമൽ ആൻഡ് എനിമൽസ്, പ്ലാന്റ് ആൻഡ് എനിമൽസ്. അവരുടെ ടോട്ടൽ പോപ്പുലേഷന് നമുക്ക് എല്ലാ എനിമൽസിന്റെ പേര് ഈ റെഡ് ഡാറ്റ ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. കാരണം അതും ഇപ്പൊ എക്സ്റ്റിങ്ക്റ്റ് ആയതും എൻഡേഞ്ച്ഡ് ആയിട്ടുള്ളതും കുറെ വർഷങ്ങൾക്ക് മുന്നേ എക്സ്റ്റിങ്ക്റ്റ് ആയതും ഒക്കെ എല്ലാ ഡീറ്റെയിൽസ് അവരുടെ പേരും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇറ്റ് യൂസ് ടു വാലുവേറ്റ് റിസ്ക് ഓഫ് എൻഡേഞ്ച്ഡ് സ്പീഷീസ് ടു. അപ്പൊ എൻഡേഞ്ച്ഡ് ആവാനുള്ള സ്പീഷീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കൺസേർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റെഡ് ഡാറ്റ ബുക്ക് ഉണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ റിഗാർഡിംഗ് ദ സോഴ്സ് ഓഫ് ഡാറ്റ വാസ് നോട്ട് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അപ്പൊ എന്താണ് ഈ ബുക്ക് എന്ന് പറയുന്നത്, ഇവരുടെ ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അതിലുള്ള ഡാറ്റ അത്ര അങ്ങോട്ട് പ്രോപ്പർലി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. വാലിഡിറ്റി ഡാറ്റ സംടൈംസ് ബ്രോട്ട് ടു ക്വസ്റ്റ്യൻ. അവരുടെ വാലിഡിറ്റി ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യണത്. ഓക്കെ. ഓക്കെ. പിന്നെ പറയുന്നത് റെഡ് ഡാറ്റ ബുക്ക് is a work in progress and not all of the endangered and extinct species yet be identified could as a provide accurate data in many point in time. അപ്പൊ അത്ര ആക്യുറേറ്റ് ആയിട്ട് എൻഡേഞ്ച്ഡ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസിന്റെ നെയിം കൊടുത്തിട്ടില്ല. അപ്പൊ എത്ര പോയാലും എല്ലാ അനിമൽസിനും എല്ലാ പ്ലാന്റ്സിനെയും ഉൾപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. എല്ലാം കറക്റ്റ് ആണോന്ന് പറയാൻ പറ്റില്ല. ഇനി ഇപ്പൊ നമ്മൾ പറയേണ്ട അടുത്തതാണ് എൻഡേഞ്ച്ഡ് സ്പീഷീസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി പറയേണ്ടത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസ്. എക്സ്റ്റിങ്ക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതാണ് പറയുന്നത്. എ സ്പീഷീസ് ഇസ് എക്സ്റ്റിങ്ക്റ്റ് വെറി ദർ ഇസ് നോ റീസണബിൾ ഡൗട്ട് ദാറ്റ് ദ ലാസ്റ്റ് റിമൈൻ ഇൻഡിവിജ്വൽ ഓഫ് ദാറ്റ് സ്പീഷീസ് ഹാസ് ഡൈഡ്. അപ്പൊ എക്സ്റ്റിങ്ക്ഷൻ സംഭവിച്ചു അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് പറയുന്നത് ലാസ്റ്റ് റിമൈൻ ഒരു സ്പീഷീസിന്റെ ഒരു ഇൻഡിവിജ്വൽ വേറെ മരിച്ചു. ആ സ്പീഷീസ് ഒന്നുമില്ല. അതിന്റെ ഒരു സ്പീഷീസിലാണ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ജീൻസ് ഉണ്ടാവും. ആ ഒരു എല്ലാ ഇൻഡിവിജ്വൽ ലാസ്റ്റ് റിമൈനിങ് ഇൻഡിവിജ്വൽ വേറെ ഡൈ ചെയ്തു പോയി. അതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ക്ഷൻ സംഭവിച്ചു എന്ന് പറയാം. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ക്യൂബൻ മെക്കൗ. പിന്നെ നമുക്ക് അറിയണ ഒരു എക്സാമ്പിൾ ഉണ്ട് പാസഞ്ചർ പീജിയൻ, അതുപോലെ തന്നെ ഡോഡോ ഒക്കെ എക്സ്റ്റിങ്ക്ഷൻ സംഭവിച്ച എനിമൽസ് ആണ്. പിന്നെ കുറച്ചും കൂടി അല്ലോട്ടെ, ഒരു 2 ടോപ്പിക്കും കൂടിയല്ലോ. ഇനി ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏരിയ വിച്ച് എക്സിബിറ്റ് ഹൈ സ്പീഷീസ് റിച്ച്നെസ് ആസ് വെൽ ആസ് ഹൈ സ്പീഷീസ് എൻഡമിസം. എൻഡമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, ആ ഒരു പ്രദേശത്ത് മാത്രമേ അത് കാണുള്ളൂ. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസിനാണ് നമ്മൾ എൻഡമിസം എന്ന് പറയുന്നത്. പിന്നെ സ്പീഷീസ് റിച്ച്നെസ്. അപ്പൊ ഈ ഹോട്ട്സ്പോട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ മാത്രം കാണുന്ന സ്പീഷീസ് ഉണ്ടായിരിക്കും. അങ്ങനെ വലിയൊരു ഏരിയ ആണ് പറയുന്നത്. അപ്പൊ ഏരിയ വിച്ച് എക്സിബിറ്റ് ഹൈ സ്പീഷീസ് റിച്ച്നെസ്, കൂടുതൽ സ്പീഷീസിന്റെ റിച്ച്നെസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആസ് വെൽ ആസ് ഹൈ സ്പീഷീസ് എൻഡമിസം വാസ് ടേംഡ് ആസ് എ ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ഹോട്ട്സ്പോട്ട് ഇന്ത്യയിൽ പ്രസന്റ് ആണ്. ഒന്നാമത്തെന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിമാലയാസ് പിന്നെ വെസ്റ്റേൺ ഗട്ട്സ് ആണ് 2 ഹോട്ട്സ്പോട്ട്. അതിന്റെ പേര് പഠിക്കുക, ഈസ്റ്റേൺ ഹിമാലയാസും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സും. അപ്പൊ ദിസ് ഹോട്ട്സ്പോട്ട് കവറിംഗ് ലെസ് ദാൻ 2% ഓഫ് വേൾഡ് ലാൻഡ് ഏരിയ. ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് വേൾഡ് ഏരിയയിൽ 2% മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ തന്നെ 50% ഈ ലോകത്തിലുള്ള പകുതിയോളം ടെറസ്ട്രിയൽ ബയോഡൈവേഴ്സിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്പീഷീസ് റിച്ച്നെസ് ആണ്. സ്മോൾ ഏരിയയിലാണ് അത്രയും കുറെ സ്പീഷീസ് ഉണ്ടായിരിക്കും.
പിന്നെ ഇതില് കൊടുത്തേക്കുന്നത് about 40% ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. 25% vertebrate species are endemic found in this hotspot. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഓക്കെ ഇനി ഇതില് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ഈസ്റ്റേൺ ഹിമാലയാസും വെസ്റ്റേൺ ഹിമാലയാസും. ഈസ്റ്റേൺ ഹിമാലയാസിലെ they display an ultra varied topography that fosters species diversity and endemism. അപ്പൊ നമ്മൾ പറഞ്ഞ ഹോട്ട്സ്പോട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്ന സ്പീഷീസ് ഡൈവേഴ്സിറ്റി എൻഡമിക്സ് ആണ്. കുറെ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ടായിരിക്കും. This numerous deep and semi-isolated valleys in Sikkim which is extreme rich in endemic plant species. സിക്കിമിലെ ഏറ്റവും കൂടുതലായിട്ട് എൻഡമിക് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ഉണ്ട്. എൻഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ആ ഏരിയയിൽ മാത്രം കാണുന്ന ലിമിറ്റഡ് സ്പീഷീസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ പേര് മാത്രം പഠിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെസ്റ്റേൺ ഗഡ്സ് എവിടേക്കാണ്? കർണാടക, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരള ആ ഒരു ഭാഗത്താണ് വെസ്റ്റേൺ ഗഡ്സ് കാണുന്നത്. അതുപോലെ തന്നെ ദ മേജർ സെന്റേഴ്സ് ഓഫ് ദ ഡൈവേഴ്സിറ്റി ആറ് അഗസ്ത്യമല ഹിൽസ് ആൻഡ് സൈലന്റ് വാലി, ദ ന്യൂ അമബാലം റിസർവ് ബാസിൻ. ഇവിടേക്കാണ് അതിന്റെ മേജർ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇത് എൻഡേഞ്ച്ഡ് ആയിട്ടുള്ള സ്പീഷീസ് മെമ്മാലസിന്റെ പേരാണ്. സ്പോട്ടഡ് വോള്, ടോർട്ടോയിസ്, പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. കുറച്ച് പേര് പഠിച്ചു വെക്കുക: ബ്ലാക്ക് റൈനോസറസ്, റെഡ് പാണ്ട, ടൈഗർ, സ്നോ ലെപ്പേർഡ്, ഗ്രീൻ സീ ടർട്ടിൽ, പിന്നെ ചീറ്റ, പീക്കോക്ക്. ഇതൊക്കെ എൻഡേഞ്ച്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. എൻഡേഞ്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ പോണ കുറച്ച് സ്പീഷീസിന്റെ പിക്ചേഴ്സും പേരാണ് നോക്കിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള എന്റെ ടോപ്പിക്. താങ്ക് യു.